ശ്രീ വി ആർ അനൂപ് കോൺഗ്രസിനെ പ്രതികരിച്ച്, ശ്രീ അബ്ദുറഹ്മാൻ രണ്ടത്താണി മുസ്ലിം ലീഗിനെ പ്രതികരിച്ച്, ശ്രീ എം എൻ കാരശ്ശേരി മുതിർന്ന എഴുത്തുകാരൻ, സാംസ്കാരിക പ്രവർത്തകൻ, ഡോക്ടർ മോഹൻ വർഗീസ് രാഷ്ട്രീയ നിരീക്ഷകൻ എന്നിവരാണ് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ആദ്യം ശ്രീ വി ആർ അനൂപ്, ഈ MLA-മാരുടെ ഭൂരിപക്ഷം എന്ന സാങ്കേതികത്വത്തിലല്ല കോൺഗ്രസ് പാർട്ടി തീരുമാനമെടുക്കുന്നത് എന്നുകൂടി വ്യക്തമാവുകയാണോ? MLA-മാരിൽ ഭൂരിപക്ഷം ആർക്കാണ് എന്ന് നമുക്കറിയാവുന്ന കാര്യമാണ്. അതുമാത്രം നോക്കിയാണെങ്കിൽ നേരത്തെ തീരുമാനമെടുക്കാമായിരുന്നു, ഒരാഴ്ച മുമ്പ് തന്നെ തീരുമാനമെടുക്കാമായിരുന്നു, അല്ലെങ്കിൽ 4 ദിവസം മുമ്പ് തീരുമാനമെടുക്കാമായിരുന്നു. അതിനപ്പുറത്ത് എല്ലാ ഘടകങ്ങളും പരിഗണിച്ച്, സമൂഹത്തിൽ ഉയർന്ന വ്യത്യസ്ത വീക്ഷണങ്ങൾ കൂടി പരിഗണിച്ച്, സമൂഹത്തിന്റെ താല്പര്യവും സമൂഹത്തിൽ ഉയർന്ന വികാരവും അടക്കം കണക്കിലെടുത്തൊരു ഫൈനൽ ഡിസിഷൻ കോൺഗ്രസ് ഹൈക്കമാൻഡ് എടുത്തു എന്ന ഒരു തീർപ്പിൽ ഈ രാത്രി നമുക്ക് എത്തിച്ചേരാമോ? അല്ല, അതിൽ ഈ രാത്രി നമ്മളായിട്ടൊരു തീർപ്പിലേക്കും പോകേണ്ടതില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ അതിനു മുമ്പായി ഈ ചർച്ചയിലിരിക്കുമ്പോൾ അഭിലാഷിനറിയാം, മാതൃഭൂമിയിൽ തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് 2ാമത്തെ തവണയാണ് നമ്മൾ വരുന്നത്. പക്ഷേ ഈ ചർച്ചയുടെ ഏറ്റവും വലിയ, ഞാൻ തന്നെ പല ചർച്ചയിലും പോയതിൽ നിന്ന് ഈ ചർച്ച തന്നെ മാതൃഭൂമി ചാനൽ തന്നെ ഇന്ന് മറ്റ് 2 ചാനൽ വിളിച്ചിട്ട് ഞാൻ പ്രിഫർ ചെയ്യാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് ബഹുമാന്യനായ എം എൻ കാരശ്ശേരി മാഷുടെ സാന്നിധ്യമാണ്. അദ്ദേഹം നമ്മുടെ പ്രധാനപ്പെട്ട ഒരു പബ്ലിക് ഇൻ്റലക്ച്വലാണ്. സുകുമാർ അഴീക്കോട് മാഷക്ക് ശേഷം, എം എൻ വിജയന് ശേഷം ആ ശ്രേണിയിൽ നിൽക്കാവുന്ന മറ്റ് നിക്ഷിപ്ത താല്പര്യങ്ങളൊന്നുമില്ലാത്ത ഒരു പൊതു ബുദ്ധിജീവി എന്ന് അദ്ദേഹത്തെ കരുതുന്നതുകൊണ്ടാണ് കോൺഗ്രസ്, പ്രിയങ്ക ഗാന്ധി അടക്കം കോൺഗ്രസ് നേതൃത്വം അടക്കം അദ്ദേഹത്തെ വീട്ടിൽ കയറി ആദരിക്കുന്നത്. അപ്പം അദ്ദേഹത്തെ പോലൊരു പൊതുബുദ്ധിജീവിക്ക് ഇതിൽ പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആ പറച്ചിലിനെ, ആ അർത്ഥത്തിൽ അത് അദ്ദേഹം പറഞ്ഞതുകൊണ്ട് അത് ചെയ്തു എന്നല്ല, അദ്ദേഹത്തിൻ്റെ പറയാനുള്ള സ്വാതന്ത്ര്യത്തെ കോൺഗ്രസ് ഒരു പാർട്ടി എന്നുള്ള നിലയിൽ മാനിക്കുന്നുണ്ട്. ഈ ഡിസ്കോഴ്സിനിടയിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് അദ്ദേഹം പറഞ്ഞ അഭിപ്രായങ്ങൾ. പക്ഷേ അദ്ദേഹത്തെ പോലുള്ളവരുടെ അഭിപ്രായങ്ങൾ കൂടാതെ, എനിക്കത് പലപ്പോഴും ഞാൻ കഴിഞ്ഞ ചർച്ചയിലടക്കം അഭിലാഷിനോട് സൂചിപ്പിച്ചതാണ്, അത്തരം നിക്ഷിപ്ത താല്പര്യങ്ങളൊന്നുമില്ലാത്ത അദ്ദേഹത്തെ പോലുള്ള ആളുകളുടെ അഭിപ്രായങ്ങൾ കൂടാതെ അപകടകരമായ രീതിയിലുള്ള ഒരു ചേരിതിരിവിലേക്ക്, ധ്രുവീകരണത്തിലേക്ക് നയിക്കാവുന്ന ഒരു സാഹചര്യം ഇപ്പോൾ സംസ്ഥാനത്ത് സംജാതമായിരിക്കുന്നുണ്ട്. താങ്കൾ സൂചിപ്പിച്ച കാര്യമുണ്ട്. ഇപ്പൊ എം എൻ കാരശ്ശേരി മാഷ് മാത്രമല്ല, പ്രമുഖരായ സാംസ്കാരിക പ്രവർത്തകർ ഇന്നൊരു പൊതു പ്രസ്താവന തന്നെ പുറപ്പെടുവിച്ചിരുന്നു. അതിൽ ചൂണ്ടിക്കാണിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഉണ്ടായ ദൗർഭാഗ്യകരമായ സന്നിഗ്ധാവസ്ഥ അടിച്ചേൽപ്പിക്കപ്പെട്ടതാണ്. അതിൽ ഗൂഢാലോചനയും ആസൂത്രണവും ഉണ്ട്. ജനാധിപത്യത്തെ കളങ്കപ്പെടുത്തുന്ന പ്രതിഷേധാർഹമായ സമീപനം കോൺഗ്രസ് നേതൃത്വത്തിൽ നിന്ന് ഇപ്പോൾ ഉണ്ടായി. വൈകിയ വേളയിൽ തെറ്റുതിരുത്താനും ജനനിശ്ചയവും ജനാധിപത്യ മര്യാദയും സംരക്ഷിക്കാനും കോൺഗ്രസ് നേതൃത്വം തയ്യാറാണോ എന്ന് ആവശ്യപ്പെടുന്ന ഒരു പ്രസ്താവന. അതിപ്പോ വോട്ട് ചെയ്ത ജനങ്ങൾക്ക്, നിങ്ങൾക്ക് വോട്ട് ചെയ്യാത്ത ആളുകൾക്ക് പോലും കോൺഗ്രസ് പാർട്ടിയെക്കുറിച്ചോ അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഈ ഡിസ്കോഴ്സിനെ കുറിച്ചോ അവരുടെ അഭിപ്രായം പറയാനോ തിരുത്തണം എന്നാവശ്യപ്പെടാനോ ഒക്കെയുള്ള അവകാശമുണ്ടല്ലോ. തീർച്ചയായും അതിലേക്ക് തന്നെയാണ് വരുന്നത്. അങ്ങ് ദയവായി എന്നെ മുഴുവനായി പറയാൻ അനുവദിക്കണം. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ എം എൻ കാരശ്ശേരി മാഷ് ഉൾപ്പെടെയുള്ള കേരളത്തിലെ പൊതുബുദ്ധിജീവികൾക്ക് തുറന്നു പറയാനുള്ള അവകാശമുണ്ട്. അതിനെ മാനിക്കുന്ന, ഞങ്ങളുടെ കാര്യത്തിൽ അഭിപ്രായം പറയാൻ നിങ്ങൾ ആരെന്ന് ചോദിക്കുന്ന പാർട്ടിയല്ല കോൺഗ്രസ്. അതുകൊണ്ട് തന്നെയാണ് എം എൻ കാരശ്ശേരി മാഷുടെ വലിപ്പത്തെ ആദരിച്ചുകൊണ്ട് തന്നെയാണ് പ്രിയങ്ക ഗാന്ധിയെ പോലുള്ള ദേശീയ നേതാവ് അദ്ദേഹത്തിന് വീട്ടിലേക്ക് പോകുന്നത്. പക്ഷേ ഞാൻ എം എൻ കാരശ്ശേരി മാഷ് ഇരുത്തിക്കൊണ്ട് പറയുന്നു, മാഷ് പ്രകടിപ്പിക്കുന്ന അഭിപ്രായങ്ങൾ അവിടെ നിൽക്കുമ്പോൾ തന്നെ ഇതിനകത്ത് അപകടകരമായൊരു ധ്രുവീകരണ ശ്രമം നടക്കുന്നുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, KC വേണുഗോപാൽ ആകരുത് എന്ന് പറയാനുള്ള എല്ലാ അവകാശവുമുണ്ട്. പക്ഷേ KC വേണുഗോപാൽ ആണോ ആകരുത് എന്നതിൽ നിന്നും അദ്ദേഹത്തെ ഒരു മുസ്ലിം വിരോധിയായി ചിത്രീകരിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു എന്ന് പറഞ്ഞാൽ അക്കമിട്ട് തന്നെ പറയാം. ജമാഅത്തെ ഇസ്ലാമിയുടെ ചാനലായ മീഡിയ വണ്ണിൽ ഒരു മാധ്യമ പ്രവർത്തകൻ പറയുകയാണ് KC വേണുഗോപാൽ വെള്ളാപ്പള്ളി നടേശന്റെ നാവാണ്. അത് വസ്തുതാവിരുദ്ധമാണ്. കാരണം എല്ലാ ഘട്ടത്തിലും വെള്ളാപ്പള്ളി നടേശനെ എതിർത്തിട്ടുള്ള, വെള്ളാപ്പള്ളി നടേശൻ ആദ്യമായി ആലപ്പുഴയിൽ മത്സരിക്കാൻ വരുമ്പോൾ തൊട്ട് അത് അവസാനത്തെ ഇലക്ഷനിൽ വരെ ശോഭാ സുരേന്ദ്രന് വേണ്ടി ശബ്ദിച്ചിട്ടുള്ള വെള്ളാപ്പള്ളി നടേശനും അദ്ദേഹത്തിന്റെ ഭാര്യ പ്രീതി നടേശനും ശോഭാ സുരേന്ദ്രന്റെ പ്രചരണത്തിൽ പരസ്യമായി പങ്കുവച്ചിട്ടുള്ള ഒരു നേതാവിനെ വെള്ളാപ്പള്ളി നടേശന്റെ നാവാണെന്ന് പ്രഖ്യാപിച്ചത്. വെള്ളാപ്പള്ളി നടേശനെതിരെയുള്ള വിരോധം, വെറുപ്പ് KC വേണുഗോപാലിലേക്ക് ചാർത്തി കൊടുത്താനുള്ള അപകടകരമായ പരിശ്രമങ്ങൾ ആ ചാനലിലൂടെ നടന്നു എന്ന് മാത്രമല്ല, ജമാഅത്തെ ഇസ്ലാമിയുടെ ശൂറ അംഗം ഡോക്ടർ അബ്ദുൾ സലാം അഹമ്മദ് പറയുകയാണ് KC വേണുഗോപാലിനെതിരെ തെരുവിലിറങ്ങണം. ഇതൊരു അപകടകരമായ ധ്രുവീകരണ ശ്രമത്തിലേക്ക് ഞങ്ങൾ പറയുന്നത്, VD സതീശനാവണോ, ജനവികാരത്തെ മാനിക്കണോ, KC വേണുഗോപാൽ വരണോ, രമേശ് ചെന്നിത്തല വരണോ, അത് ഞങ്ങളുടെ പൊളിറ്റിക്കൽ ചോയ്സ് ആണ്. പക്ഷേ ആ പൊളിറ്റിക്കൽ ചോയ്സ് ഞങ്ങളുടെ പൊളിറ്റിക്കൽ പാർട്ടി നിലപാടെടുക്കും. പക്ഷേ ഞങ്ങൾ പറയുന്നത് എന്താ, ഞങ്ങളുടെ ആഭ്യന്തര കാര്യം, സുകുമാരൻ നായർ കോൺഗ്രസ് നേതാക്കളുടെ സീനിയോറിറ്റി പരിശോധിക്കേണ്ട, വെള്ളാപ്പള്ളി നടേശൻ ഞങ്ങളുടെ നേതാക്കന്മാരുടെ യോഗ്യതയും അയോഗ്യതയും പരിശോധിക്കേണ്ട, ജമാഅത്തെ ഇസ്ലാമി ശൂറ അംഗം ഞങ്ങളുടെ നേതാവിനെതിരെ തെരുവിലിറങ്ങാൻ പറയണ്ട എന്ന് ഞങ്ങൾ പറയും. പക്ഷെ ഇവിടെ അപകടകരമായ ഒരു അവസ്ഥ നിലനിൽക്കുന്നുണ്ട്. പക്ഷേ അത് പറഞ്ഞ ആളുകളെ, ഈ പറയുന്ന എന്നെ അടക്കം
ഇസ്ലാമോഫോബായി ചിത്രീകരിക്കാനുള്ള വലിയ പരിശ്രമം നടക്കുക, കൃത്യമായ ധ്രുവീകരണ പരിശ്രമം നടക്കും. അതിനെതിരെ ഞങ്ങളുടെ പ്രശ്നം ഞാൻ ആവർത്തിച്ചു പറയാണ് ഈ ചർച്ചയിലും. ഞാനത് പറയുമ്പോൾ ചോദിക്കുന്നത് ആര് KC വേണുഗോപാലിനെ മുസ്ലിം വിരുദ്ധനായി ചിത്രീകരിക്കാൻ ശ്രമിച്ചു എന്നാ അടിവരയിട്ട് പറയുന്നു. ജമാഅത്തെ ഇസ്ലാമിയുടെ ശൂറ അംഗവും അതുപോലെ മീഡിയ വണ്ണിലും മാധ്യമപ്രവർത്തകർ പറഞ്ഞിട്ടുണ്ട്. ഉത്തരവാദിത്തോടു കൂടിയല്ല പറയുന്നത്. ഇതൊക്കെ പറഞ്ഞതിന് ശേഷം സ്റ്റേജിന്റെ പിറകിലിരുന്ന് ആര് പറഞ്ഞു എന്ന് ചോദിക്കുന്ന കുറുക്കന്റെ കൗശലമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ KC വേണുഗോപാൽ മുഖ്യമന്ത്രിയാകണോ എന്നുള്ളതല്ല പ്രശ്നം. അദ്ദേഹത്തെ മുസ്ലിം, ഞാൻ ആവർത്തിച്ച ആധികാരികമായി ഉത്തരവാദിത്വ ബോധത്തോടെ കോൺഗ്രസിന്റെ പ്രതിനിധി എന്നുള്ള നിലയിൽ പറയുന്നു, അദ്ദേഹത്തെ ഒരു മുസ്ലിം വിരുദ്ധനായി ചിത്രീകരിക്കാനുള്ള അപകടകരമായ പരിശ്രമങ്ങൾ ഉണ്ടാകുന്നു. ഇതിന്റെ കൗണ്ടർ കൺസോളിഡേഷൻ കേരളത്തിൽ ഉണ്ടായാൽ ആരുത്തരം പറയും? ഇവിടെ മറ്റു പല സമുദായ സംഘടനകളും അഭിപ്രായം പറയാതിരിക്കുക. അത് വളരെ പ്രധാനമാണ്. ജനവികാരം കണക്കിലെടുത്തോ, പാർലമെന്ററി പാർട്ടിയുടെ ഭൂരിപക്ഷം കണക്കിലെടുത്തോ, എന്ത് മാനദണ്ഡങ്ങൾ കണക്കിലെടുത്തോ കോൺഗ്രസ് അതിന്റെ തീരുമാനം സ്വീകരിക്കട്ടെ. നാളെ കോൺഗ്രസ് ഇവിടെ രമേശ് ചെന്നിത്തലയെ മുഖ്യമന്ത്രിയായി പ്രഖ്യാപിച്ചാൽ ഞങ്ങൾ അതിനെ സ്വാഗതം ചെയ്യും. VD സതീശനെ പ്രഖ്യാപിച്ചാൽ ഞങ്ങൾ അതിനെ സ്വാഗതം ചെയ്യും. KC വേണുഗോപാലിനെ പ്രഖ്യാപിച്ചാൽ ഞങ്ങൾ അതിനെ സ്വാഗതം ചെയ്യും. പക്ഷേ ഒരു വസ്തുതയാണ്, ആരൊക്കെ നിഷേധിക്കാൻ ശ്രമിച്ചാലും ഇവിടെ ചില കേന്ദ്രങ്ങളിൽ അപകടകരമായ വർഗീയ ധ്രുവീകരണ പരിശ്രമങ്ങൾ ഉണ്ടാക്കാനുള്ള ചില പരിശ്രമങ്ങൾ നടന്നു. അതിലേക്ക് കൂടി ചർച്ചകൾ പോകണം.